പത്മ ലളിത സഹസ്രനാമ സ്തോത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള പാരായണം ചെയ്യാറുള്ള ഒരു വിശിഷ്ട അല്ലെങ്കിൽ അതിലും മികച്ചൊരു വാക്കെന്താണ് പറയേണ്ടത്, അമ്മയുടെ പൂർണ്ണ രൂപം ഉൾക്കൊണ്ട ഒരു സ്തോത്രമാണ് സഹസ്രനാമം. സാധാരണ ഉപാസകൻ, സാധകൻ അല്ലെങ്കിൽ ഭക്തൻ എന്നുള്ള ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം ആഴത്തിലുള്ള ഈ ഒഴുകുന്ന അതിൽ നിന്ന് ഒരു തുള്ളി പറയാൻ ശ്രമിക്കുകയാണ് ഒരു സീരീസ് പോലെ ലളിതാ സഹസ്രനാമ സ്തോത്രം. എന്തായാലും എല്ലാ ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഇതൊന്ന് എല്ലാവർക്കും അറിയാം, ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഹയഗ്രീവ അഗസ്ത്യ സംവാദമാണ്. ഹയഗ്രീവൻ കുതിരയുടെ മുഖമുള്ള തലയുള്ള മഹാവിഷ്ണുവിന്റെ അവതാരം. ആ ഹയഗ്രീവരും അഗസ്ത്യമുനിയും തമ്മിലുള്ള സംവാദത്തിലാണ് ലളിതാ സഹസ്രനാമം. അതിലെ ആദ്യത്തെ വരി ആരംഭിക്കുന്നത് തന്നെ ഋഷിചന്ദോധ്യാനാനി, ഛന്ദസ്, ഋഷികളുടെ ഛന്ദസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആണ് ആരംഭിക്കുന്നത് ആ വാക്ക്. എന്താണ് ഛന്ദസ്? ഒരു മീറ്റർ, ഒരു പാട്ട്, അതിന്റെ രാഗം, താളം എന്നൊക്കെ പറയുന്നത് പോലെ. എന്താണ് വക്രതുണ്ട മഹാകായ, അതൊരു മീറ്ററാണ്. എന്തിനാണ് ഈ ഒരു മീറ്റർ? ഋഷികളുടെ മീറ്ററിൽ എന്തുകൊണ്ട്, എന്തിന് നമ്മളിത് ചൊല്ലണം? നമുക്ക് നമ്മുടെ രീതി ചൊല്ലിക്കൂടെ? ചൊല്ലാം, അങ്ങനെയും ആവാം. പക്ഷേ എന്താണ് ഋഷി ഛന്ദസ്സിന്റെ ധ്യാനിക്കുന്നതിലുള്ള അർത്ഥം? അല്ലെങ്കിൽ എന്തിനാണത്? അതായത് നൂറ്റാണ്ടുകൾ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുൻപ് ഒരു മീറ്ററിൽ ഋഷികൾ ഇത് ചൊല്ലി വെച്ചിട്ട് ഈ ലോകത്ത് പറത്തിവിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതിൻ്റെ സ്പന്ദനങ്ങൾ, വൈബ്രേഷൻസ്, എനർജി ഇപ്പോഴും ഉണ്ട്. പണ്ട് റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെയാണ്. ആ 108 ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും പാട്ട് കേൾക്കാൻ തുടങ്ങും. അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ആ ഋഷികൾ പറഞ്ഞ് പറത്തി വിട്ടുപോയ വൈബ്രേഷൻസിലോട്, ആ ഫ്രീക്വൻസിയിലോട്ട് ട്യൂൺ ചെയ്താൽ നമ്മളും അതേ തലത്തിലേക്ക് ജീവിതം മാറും, മരണം ഉൾപ്പെടെ. അതാണ് ആദ്യം തുടങ്ങുന്ന വാക്ക് തന്നെ, ഋഷിചന്ദോധ്യാനാനി. ആ മീറ്ററിൽ ഇത് ചൊല്ലി തുടങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് ഒറ്റ വാക്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ പറയണമെന്ന് വിചാരിച്ചു. പതുക്കെ അടുത്തതിലോട്ട് പോവാം. ഋഷിചന്ദോധ്യാനാനി, ഋഷികൾ പറഞ്ഞ് സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന വൈബ്രേഷൻസ്, ആ എനർജിയിലേക്ക് ട്യൂൺ ചെയ്യാനുള്ള ഛന്ദസ്സിൽ നമുക്ക് ധ്യാനിച്ചു തുടങ്ങാം. ശ്രീ ലളിത ദിവ്യ സഹസ്രനാമ സ്തോത്രം. പത്മ.